ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമയിലേക്കും പിന്നണി ഗായകർ, യുവ നടൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇവരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച തെളിവുകൾ എക്സൈസ് ശേഖരിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി കിട്ടിയാൽ മാത്രം ചോദ്യം ചെയ്യാനാണ് എക്സൈസ് തീരുമാനം. എസ് ശ്യാംകുമാർ ഒരുങ്ങൾ വച്ചിരുന്നു. ശ്യാം, ഏതോ ഒരു പിന്നണി ഗായകനെ, ഏതോ ഒരു പുതിയ ഒരു യുവതലമുറ ഗായകനെ കേന്ദ്രീകരിച്ച് എന്തോ അന്വേഷണമെന്ന് കേട്ടിരുന്നു. അത് കുറച്ചുകൂടി വിശദമാക്കുകയാണോ എക്സൈസ്? എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പോകുന്ന പരിശോധനയാണത്, ശ്യാം? ഹാഷ്മി, എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള കാര്യത്തിൽ എക്സൈസുകാർക്ക് പോലും സംശയമുണ്ട്. കാരണം കൃത്യമായ തെളിവുകളോടുകൂടി പിടികൂടിയാലും ചോദ്യം ചെയ്യലിൽ വിളിച്ചാലുമൊക്കെ എക്സൈസുകാരുടെ പണി പോകുന്ന കാലമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം കാട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകും. അതിനുശേഷം മാത്രമാകും ഈവരെ, പ്രത്യേകിച്ച് നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ചില യുവ ബാൻഡുകളുമായിട്ട് നടക്കുന്ന ചിലരെ കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം നടത്തുകയും 10 പേരുടെ ഒരു പട്ടികയൊക്കെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ആ അന്വേഷണം ഒരു വിശാലതയിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ പേരെ, പ്രത്യേകിച്ച് ഒരു പിന്നണി ഗായിക, അത് മലയാളത്തിലെ പ്രമുഖയായ ഒരു പിന്നണി ഗായികയാണ്, വലിയ സ്വാധീനം ആളുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചൊരു പിന്നണി ഗായികയാണ്. അതിന് പിന്നാലെ ചില പിന്നണി ഗായകരും ഈ സംഘത്തിലേക്ക്, ഈ ലഹരി ഉപയോഗത്തിൻ്റെ കണക്കിലേക്ക് എക്സൈസിൻ്റെ അന്വേഷണത്തിൽ ലഭിക്കുന്നത്. ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരെ പരിശോധനയ്ക്കായി വിളിച്ചു വരുത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് അത് മുതിർന്ന ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി മാത്രം ചെയ്യാനാണ് എക്സൈസിൻ്റെ തീരുമാനം. കാരണം നേരത്തെ ഇത്തരം ചില കേസുകളിൽ ഇടപെട്ട എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പണി പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസുകാർ തന്നെ പറയുന്നത്. ഏതായാലും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ്. ഏതോ ഒരു യുവനടൻ, കൂടുതൽ പാട്ടുകാർ, കൂടുതൽ പിന്നണി ഗായകരുടെയൊക്കെ എന്തോ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. അപ്പോൾ അതാരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ എല്ലാവരും സംശയത്തിൽ നിന്ന് അവരെ വെറുതെ നിർത്തില്ലേ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട് കേട്ടോ.